ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫിസിക്സിലെ 4th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പേജിൽ ഒരു കുട്ടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാഹനങ്ങളുടെ സൈഡ് വ്യൂ മിററിൽ ഒബ്ജക്ട്സ് സീൻ ഇൻ ദി മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നോക്കിക്കൊണ്ട് ഒരു കുട്ടി ചോദിക്കുകയാണ്, വൈ ഡു ദേ റൈറ്റ് ലൈക്ക് ദിസ് ഓൺ വെഹിക്കിൾ മിറേഴ്സ്? എന്തുകൊണ്ടാണ് വാഹനങ്ങളുടെ സൈഡ് മിററിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ കുട്ടി ചോദിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എസെൻഷ്യലി റിക്വയർഡ് ടു സീ ഒബ്ജക്ട്സ്. നമുക്ക് വസ്തുക്കളെ കാണുന്നതിന് ലൈറ്റ് നിർബന്ധമാണ്, അഥവാ ലൈറ്റ് എനർജി നിർബന്ധമാണ്. കാണുന്നതിന് നമ്മെ സഹായിക്കുന്ന ഊർജ്ജ രൂപമാണ്, എനർജി ഫോമാണ് ലൈറ്റ് എന്നുള്ളത്. ഒബ്ജക്ട്സിനെ കാണുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല ഫിനോമിനൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 8th 9th ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിഫ്ലക്ഷനാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത്, അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലൈറ്റ് ഫാളിംഗ് ഓൺ ദി സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് കംസ് ബാക്ക് ടു ദി സെയിം മീഡിയം. ദിസ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടിക്കൊണ്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ പ്രകാശരശ്മികൾ ലൈറ്റ് റൈസ് തിരിച്ചു വരുന്ന ഫിനോമിനനാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് ഫാളിംഗ് ഓൺ ദി സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് കംസ് ബാക്ക് ടു ദി സെയിം മീഡിയം. ദിസ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മീഡിയത്തിലേക്ക് തന്നെ, അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഫിനോമിനനാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ മിററിൽ നടക്കുന്ന റിഫ്ലക്ഷൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അതിൽ പല ലൈൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. AO, ON, അതുപോലെ തന്നെ OB എന്നൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ AO എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇൻസിഡൻറ്റ് റേ, OB ആണ് റിഫ്ലക്റ്റഡ് റേ. ഈ പ്ലെയിൻ മിററിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ ആണ് ഇൻസിഡൻറ്റ് റേ. അത് AO എന്നുള്ളതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ O എന്നുള്ള പോയിന്റിൽ റിഫ്ലക്ഷന് ശേഷം തിരിച്ചു പോകുന്ന ലൈറ്റ് റേ ആണ് OB. അതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുന്നത്, ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ അവിടെ ഒരു നോർമൽ, ആ മിററിലേക്ക് ഒരു നോർമൽ വരച്ചിട്ടുണ്ട്. ആ പോയിന്റ് ഓഫ് റിഫ്ലക്ഷനിലേക്ക് ഒരു നോർമൽ വരച്ചിട്ടുണ്ട്, ഒരു ഡോട്ട് ലൈൻ ആയിക്കൊണ്ട്. അതിനെ ON, അതാണ് നോർമൽ ടു ദി പോയിന്റ് ഓഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നോർമൽ ടു ദി മിറർ. ദെൻ അവിടെ 2 ആംഗിളുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, Iയും Rഉം. I ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് R ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഒന്നുകൂടി പറയുന്നു, ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദി നോർമൽ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ I. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്നുള്ള ലെറ്റർ കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നോർമലിൻ്റെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതിനെ R എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. Iയും Rഉം സ്മാൾ ലെറ്ററാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഈ ചിത്രത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ Iയും Rഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത് രണ്ടും ഈക്വലാണ്. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഇതൊക്കെ സെയിം പ്ലെയിനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിനി പറയുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. When light is reflected from a smooth surface, the angle of incidence and angle of reflection are equal. ഒരു സ്മൂത്ത് സർഫസിൽ നിന്നാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി പറയുന്നു, when light is reflected from a smooth surface, the angle of incidence and angle of reflection are equal. Second point, the incident ray, reflected ray and normal to the surface are in the same plane. ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ തന്നെ നോർമലും ഇത് മൂന്നും ഒരു പ്ലെയിനിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആയിട്ട് പറയുന്നത്. വെൻ ലൈറ്റ് ഈസ്
reflected from a smooth surface, the angle of incidence and angle of reflection are equal. The incident ray, reflected ray and normal to the surface are in the same plane. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള രണ്ട് ഫിഗറുകൾ നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ഫിഗർ അവിടെ പേര് കൊടുത്തിട്ടുണ്ട് റെഗുലർ റിഫ്ലക്ഷൻ, രണ്ടാമത്തത് ഇറഗുലർ റിഫ്ലക്ഷൻ. ഫിഗർ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ റിഫ്ലക്ഷൻ നടക്കുന്നത് ഒരു സ്മൂത്ത് സർഫസിലാണ്, രണ്ടാമത്തത് ഒരു റഫ് സർഫസിലാണ്. When light falls on a smooth surface, it undergoes a regular reflection. ഒരു സ്മൂത്ത് സർഫസിലാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു റെഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. ഈ റെഗുലർ റിഫ്ലക്ഷൻ്റെ ചിത്രം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റിഫ്ലക്റ്റഡ് റേ, അതല്ലെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ലൈറ്റ് റേ പോകുന്നത് പാരലായിട്ടാണ്. അത് ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ in irregular reflection, when light falls on a rough surface, it undergoes an irregular reflection. This is scattered reflection. ഈ ഇറഗുലർ റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. അതായത് ലൈറ്റ് ഒരു റഫ് സർഫസിൽ തട്ടിയിട്ടാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. അവിടെ റിഫ്ലക്റ്റഡ് പാരലൊന്നുമല്ല, അത് ഏത് ഡയറക്ഷനിലും വരാം. അതുകൊണ്ട് അവിടെ കൃത്യമായിട്ടൊരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ റഫ് സർഫസ് ഇറ്റ് അണ്ടർഗോസ് ആൻ ഇറഗുലർ റിഫ്ലക്ഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. ഹിയർ ലൈറ്റ് അണ്ടർഗോസ് റിഫ്ലക്ഷൻ ബട്ട് നോ ഇമേജ് ഈസ് ഫോംഡ്. ഇവിടെ അതായത് ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഇൻ ദി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലെ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾ തട്ടിയിട്ട് ലൈറ്റ് അണ്ടർഗോസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. ലൈറ്റിന് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ദിസ് ഈസ് സ്കാറ്ററിങ്. അതിനെ നമ്മൾ വിളിക്കുന്നത് സ്കാറ്ററിങ് എന്നുള്ളതാണ്. തൊട്ടടുത്ത ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് സ്കാറ്ററിങ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. PQ എന്ന് പറയുന്ന പ്ലെയിൻ മിറർ O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈറ്റ് സോഴ്സ് അറേഞ്ച് ചെയ്യുന്നു. അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓയിൽ നിന്ന് AC എന്നീ പോയിന്റുകളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. A എന്നുള്ള പോയിന്റിലേക്ക് X എന്ന് പറയുന്ന ഒരു നോർമൽ വരച്ചിട്ടുണ്ട്. സിയിൽ Y എന്ന് പറയുന്ന ഒരു നോർമൽ വരച്ചിട്ടുണ്ട്. എയിൽ A എന്ന പോയിന്റിൽ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം AB എന്നുള്ളതാണ് റിഫ്ലക്റ്റഡ് റേ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ C എന്നുള്ള പോയിന്റിൽ റിഫ്ലക്ഷന് ശേഷം CD എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇമേജ് ലഭിക്കുന്നതിന് ഈ AB CD എന്നീ പറയുന്ന റിഫ്ലക്റ്റഡ് റേസ് എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്സ് മിററിൻ്റെ പിറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് ഇമേജ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, AB അതുപോലെ തന്നെ CD എന്ന് പറയുന്ന രണ്ട് റിഫ്ലക്റ്റഡ് റേസ് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് മിററിൻ്റെ പിറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അത് രണ്ടും എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് ഇമേജ് ഫോം ചെയ്തതായിട്ട് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ദി സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സെയിം ആസ് ദി സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇമേജിനുള്ളത്. ഇനി നെക്സ്റ്റ്, ഇമേജ് വിർച്വൽ ആണോ റിയൽ ആണോ എന്നുള്ളതാണ്. ദ ഇമേജ് ഈസ് വിർച്വൽ. ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജ് വിർച്വൽ ആണ്. സൈസ് എന്ന് പറയുന്നത് ദി സൈസ് ഈസ് സെയിം ആസ് ദി സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ ടു ദി ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ് ഫ്രം ദ മിറർ ഈസ് സെയിം. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ് എന്നുള്ളതാണ്. 3 പോയിന്റാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദി സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സെയിം ആസ് ദി സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇമേജിനുള്ളത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദ ഇമേജ് ഈസ് വിർച്വൽ. ഇമേജ് യാഥാർത്ഥ്യമല്ല, മിഥ്യയാണ്, വിർച്വലാണ്. ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞത്, ദ ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ ടു ദി ഒബ്ജക്റ്റ് ആൻഡ് ടു ദി ഇമേജ് ആർ സെയിം. മിററിൽ നിന്ന്
ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഒരുപോലെയായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ. ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിക്കാം. രണ്ട് പ്ലെയിൻ മിറേഴ്സ് അതിൻ്റെ എഡ്ജസ് കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് പ്ലെയിൻ മിറർ ഉള്ളത് കൊണ്ട് അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഈ മിറേഴ്സ് തമ്മിലുള്ള ആംഗിളും നമ്പർ ഓഫ് ഇമേജസും തമ്മിൽ വല്ല റിലേഷനും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 90 ഡിഗ്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്, ആ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കുന്നത് ഈ പ്ലെയിൻ മിറർ സെറ്റ് ചെയ്യുന്ന ആംഗിളും നമ്പർ ഓഫ് ഇമേജസും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ റിലേഷൻ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇമേജസ് n is equal to 360 by theta minus 1. Theta is the angle between mirrors. Number of images n is equal to 360 by theta minus 1. Theta is the angle between mirrors. When theta is 45 degree, then number of images n is equal to 360 by 45 minus 1, which is equal to 360 by 45 is 8. 8 minus 1, 7 images. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, രണ്ട് മിറേഴ്സ് 45 ഡിഗ്രി ആംഗിളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 7 ഇമേജസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞത് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആൻഡ് ദി നമ്പർ ഓഫ് ഇമേജസ്. ആ ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് ഇമേജസ് n is equal to 360 by theta minus 1. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ 45, 60, 90, 120, 180 ഈ ആംഗിളിലൊക്കെയുള്ള നമ്പർ ഓഫ് ഇമേജസ് കാണാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.